ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. സ്ത്രീകൾക്ക് പ്രയോജനകരമായ ഒരു വിഷയമാണ് മലയാളി വിഷൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്നത്. ഒരു സംരംഭം തുടങ്ങുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രധാന ഉപാധിയാണ്. കേരളത്തിൽ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് സർക്കാർ ബാങ്കിംഗ് മേഖലകളിൽ നിന്നും ധാരാളം ധനസഹായ പദ്ധതികൾ ഇന്ന് ലഭ്യമാണ്. ഇവയിൽ ജാമ്യ ആവശ്യമുള്ളതും ജാമ്യ ആവശ്യമില്ലാത്തതുമായ നിരവധി പദ്ധതികളുണ്ട്. ഒരു സംരംഭക എന്ന നിലയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പദ്ധതി നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു ജാമ്യവും നൽകാതെ സ്ത്രീകൾക്ക് ബിസിനസ് ലോൺ അനുവദിക്കുന്ന നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ബാങ്കുകൾക്കുമുണ്ട്. ഇവയിൽ പലതിനും ആൾജാമ്യവും ആവശ്യമില്ല. എന്നാൽ പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും അപേക്ഷകരോടുള്ള സമീപനം തീർത്തും സൗഹാർദ്ദപരമല്ല. എന്നാലും നമുക്ക് അർഹതപ്പെട്ട അത്തരം വായ്പാ പദ്ധതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത്തരം ചില പദ്ധതികളെക്കുറിച്ചും അവ ലഭ്യമാകേണ്ട വഴികളെക്കുറിച്ചുമാണ് ഇതിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ മുദ്രാ ലോണുകളെക്കുറിച്ച് നോക്കാം. പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY അഥവാ മുദ്രാ ലോൺ എന്നത് ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 2015 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവ വഴി മുദ്രാ ലോണിന് അപേക്ഷിക്കാം. ഫണ്ടിങ് ദ അൺഫണ്ടഡ്, അതായത് ഫണ്ടില്ലാത്തവർക്ക് ഫണ്ട് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഉൽപ്പാദനം, സംസ്കരണം, വ്യാപാരം, സേവനം തുടങ്ങി കാർഷിക ഇതര മേഖലകൾക്കാണ് മുദ്രാ ലോൺ ലഭ്യമാകുന്നത്. ഈ പദ്ധതി പ്രകാരം 10 ലക്ഷം വരെ വായ്പ ലഭിക്കും. മുദ്രാ ലോണിൻ്റെ ഒരു പ്രധാന സവിശേഷത ഇത് ഈടോ സെക്യൂരിറ്റിയോ ഇല്ലാത്ത ഒരു വായ്പാ പദ്ധതി എന്നുള്ളതാണ്. പലിശ നിരക്ക് ഓരോ ബാങ്കിനെ ആശ്രയിച്ച് വ്യത്യാസമുണ്ടാകും. സാധാരണഗതിയിൽ 8.4% മുതൽ 12.45% വരെയാണ് പലിശ നിരക്ക്. തിരിച്ചടവ് കാലാവധി പരമാവധി 7 വർഷം വരെയാണ്. സ്ത്രീകൾക്കും SC/ST വിഭാഗക്കാർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും മുൻഗണന നൽകുന്നുണ്ട്. വായ്പയുടെ ആവശ്യകത അനുസരിച്ച് മുദ്രാ ലോണിനെ ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ശിശു വിഭാഗത്തിൽ 50,000 രൂപ വരെയുള്ള ലോണുകളാണ് നൽകുന്നത്. കിഷോർ വിഭാഗത്തിൽ 50,000 രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് നൽകുന്നത്. തരുൺ വിഭാഗത്തിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 10 ലക്ഷം രൂപ വരെ ലോൺ നൽകും. പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള ഒരു വായ്പാ പദ്ധതി ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. മുദ്രാ ലോൺ വിതരണത്തിൽ സ്ത്രീ സംരംഭകർക്ക് സാധാരണയായി മുൻഗണന നൽകാറുണ്ട്. ഇത് സ്ത്രീ ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഉൽപ്പാദനം, വ്യാപാരം, സേവനം തുടങ്ങി കാർഷിക ഇതര മേഖലകളിലെ എല്ലാത്തരം ചെറുകിട സംരംഭങ്ങൾക്കും സ്ത്രീകൾക്ക് അവർ അർഹരാണെങ്കിൽ മുദ്രാ ലോൺ ലഭിക്കും. എന്നാലും കേരളത്തിലെ പൊതുമേഖലാ ബാങ്കുകൾ മുദ്രാ ലോൺ അനുവദിക്കുന്നതിൽ പിന്നോക്കമാണെന്ന് വ്യാപകമായ പരാതിയുണ്ട്. അതിന് കാരണം മുദ്രാ ലോണുകൾ ഈടില്ലാത്ത വായ്പകളായതുകൊണ്ട് തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത ബാങ്കുകൾക്കൊരു പ്രധാന ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പിന്നെ അപേക്ഷകർ ആവശ്യമായ എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിക്കാത്തതും വായ്പ നിഷേധിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. പല ചെറുകിട സംരംഭകർക്കും വ്യക്തമായ ബിസിനസ് പ്ലാനോ പ്രോജക്റ്റ് റിപ്പോർട്ടുകളോ ഇല്ലാത്തതും വായ്പ നിഷേധിക്കപ്പെടാൻ മറ്റൊരു കാരണമാണ്. മുദ്രാ ലോണുകൾക്ക് മറ്റ് വലിയ വായ്പകളെപ്പോലെ ഒരു സെൻട്രലൈസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇല്ലാത്തത് അപേക്ഷകർക്കും ബാങ്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും മുദ്രാ ലോണുകൾ വലിയ തോതിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലും മുദ്രാ ലോണുകൾ വഴി നിരവധി സംരംഭകർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് രേഖകൾ പറയുന്നു. സർക്കാർ മുദ്രാ ലോൺ വിതരണത്തിനുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും ബാങ്കുകളുടെ സമീപനം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. 2024-25 കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് കൃത്യമായി മുദ്രാ ലോൺ തിരിച്ചടച്ചവർക്ക് മുദ്രാ ലോൺ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ സംരംഭകർക്ക് പ്രയോജനകരമാകും. ഇനി ബാങ്കുകൾ ലോണിന് അർഹത നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മുമ്പ് ഏതെങ്കിലും ബാങ്കിലോ ധനകാര്യ സ്ഥാപനത്തിലോ ലോൺ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയ ചരിത്രം ഉണ്ടാവരുത്. അതായത് ഡിഫോൾട്ട് ഹിസ്റ്ററി ഉണ്ടാവരുത്. ഇതൊരു പ്രധാന യോഗ്യതാ മാനദണ്ഡമാണ്. സിവിൽ സ്കോർ നിർബന്ധമല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും മിക്ക ബാങ്കുകളും മുദ്രാ ലോണിന് അപേക്ഷിക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് സിവിൽ സ്കോർ തന്നെയാണ്. സാധാരണയായി 700-ന് മുകളിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ വായ്പാ അപേക്ഷയ്ക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകുകയും ലോൺ വേഗത്തിൽ പാസ്സാകുകയും ചെയ്യും. ഓരോ ബാങ്കിനും മുദ്രാ ലോൺ നൽകുമ്പോൾ അവരുടേതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവാം. ലോൺ എടുക്കുന്നതിന് മുമ്പ് വായ്പ ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിബന്ധനകളും വ്യവസ്ഥകളും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മുദ്രാ ലോണിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം. തിരിച്ചറിയൽ രേഖകളായ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിലൊന്ന്, പാൻ കാർഡ്, അഡ്രസ് തെളിയിക്കുന്ന രേഖകളായ യൂട്ടിലിറ്റി ബില്ലുകളോ ആധാർ കാർഡോ ഇവയിലൊന്ന്, ബിസിനസ് പ്ലാനും പ്രോജക്റ്റ് റിപ്പോർട്ടും, ബിസിനസ് അഡ്രസ്, സ്ഥാപനത്തിൻ്റെ പേര് എന്നിവയുടെ തെളിവ്, അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങിയവയായിരിക്കും പ്രധാന രേഖകളായി സമർപ്പിക്കേണ്ടത്.
മുദ്രാ ലോൺ സാധാരണ ഒരു നിശ്ചിത തുകയായിട്ടാണ് അനുവദിക്കുന്നത്. പല ഗഡുക്കളായി വിതരണം ചെയ്യുന്ന പതിവില്ല. അപേക്ഷകൻ്റെ ബിസിനസ് ആവശ്യങ്ങൾ വിലയിരുത്തി ഒരു നിശ്ചിത തുക അനുവദിക്കുകയും അത് അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒറ്റത്തവണയായി ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഭൂരിഭാഗം മുദ്രാ ലോണുകളും അനുവദിച്ച തുക ഒറ്റത്തവണയായി വിതരണം ചെയ്യുകയാണ് പതിവ്. ചില ബാങ്കുകൾ മുദ്രാ ലോൺ അംഗീകരിക്കുമ്പോൾ തന്നെ ഡെബിറ്റ് കാർഡ് പോലെ ഒരു മുദ്രാ കാർഡ് നൽകാറുണ്ട്. അതുപയോഗിച്ച് ATMൽ നിന്നും ക്യാഷ് പിൻവലിക്കാം. ഓരോ ബാങ്കിനും മുദ്രാ ലോൺ വിതരണം ചെയ്യുന്നതിലും അവരുടേതായ നയങ്ങളുണ്ടാവാം. അത് അവരുമായി സംസാരിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം. മുദ്രാ ലോൺ സാധാരണയായി 1 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവിനുള്ളിലാണ് തിരിച്ചടയ്ക്കേണ്ടത്. എന്നാൽ തിരിച്ചടവ് കാലാവധി നിങ്ങളുടെ ലോൺ എമൗണ്ടിനെയും ബിസിനസ്സിൻ്റെ സ്വഭാവത്തെയും ബാങ്കിൻ്റെ നയങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും പരമാവധി 7 വർഷം വരെ തന്നെയാണ് തിരിച്ചടവ് കാലാവധി. ശിശു ലോണിൽ കിട്ടുന്ന 50,000 രൂപ വരെയുള്ള ലോണുകൾക്ക് 1 വർഷം മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. അതേസമയം 50,000 രൂപ മുതൽ 5 ലക്ഷം വരെ ലഭിക്കുന്ന കിഷോർ വിഭാഗത്തിൽ വരുന്ന ലോണുകൾക്ക് 5 വർഷം മുതൽ 7 വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. വലിയ തുകകളായ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ലോൺ നൽകുന്ന തരുൺ ലോൺ വിഭാഗത്തിലും 5 വർഷം മുതൽ 7 വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. ലോൺ തുകയും തിരിച്ചടവ് കാലാവധി അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രതിമാസ തിരിച്ചടവായ EMI നിശ്ചയിക്കുന്നത്. ഓരോ ബാങ്കിനും തിരിച്ചടവ് കാലാവധിയുടെ കാര്യത്തിൽ അവരുടേതായ നയങ്ങളുണ്ടാവാം. അതുകൊണ്ട് ലോണിന് അർഹത നേടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കൃത്യമായ തിരിച്ചടവ് കാലാവധിയും പ്രതിമാസ EMIയും എത്രയാണെന്ന് വ്യക്തമായി ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വരുമാനം, ലാഭം എന്നിവ പരിഗണിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു കാലാവധിയും EMIയും തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. മുദ്രാ ലോൺ പൊതുവിഭാഗത്തിൽപ്പെട്ട ലോണാണെങ്കിലും വനിതാ സംരംഭകർക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. അതിലുപരി മറ്റ് വായ്പകൾക്കുള്ളതുപോലെ വസ്തുജാമ്യമോ ആൾജാമ്യമോ ഇല്ലാത്തതാണ് മുദ്രാ ലോണുകളുടെ പ്രധാന സവിശേഷത. അതേസമയം മുദ്രാ ലോണിൻ്റെ പേരിൽ ധാരാളം തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. മുദ്രാ ലോണിന് അപേക്ഷിക്കാൻ ഏജന്റന്മാരുടെ ആവശ്യമില്ല. മുദ്രാ ലോൺ വേഗത്തിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വരുന്ന ഏജന്റന്മാരുണ്ട്. അവരെ വിശ്വാസത്തിലെടുക്കരുത്. അവർ വ്യാജരേഖകൾ ഉപയോഗിച്ച് ലോൺ എടുക്കുകയും അപേക്ഷകരെ കബളിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബാങ്കിൽ നേരിട്ട് പോയി നിങ്ങളുടെ അർഹത പരിശോധിക്കുകയും അപേക്ഷ നൽകുകയും വേണം. ബാങ്കിൻ്റെ അംഗീകൃത ശാഖകളെയോ ഒഫീഷ്യൽ വെബ്സൈറ്റുകളോ മാത്രം വിവരങ്ങൾക്കായി ആശ്രയിക്കണം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വ്യാജ വെബ്സൈറ്റുകളെയും ആപ്പുകളെയും തിരിച്ചറിയാനും ശ്രദ്ധിക്കണം. കേരളത്തിൽ ബാങ്കുകൾ എത്രത്തോളം അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ലെങ്കിലും മുദ്രാ ലോൺ വളരെ പ്രയോജനകരമായ പദ്ധതിയാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മുതലെടുത്താണ് പല തട്ടിപ്പുകളും നടക്കുന്നത്. അതിനാൽ ബാങ്കുകളിൽ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിക്കുകയും നിങ്ങളുടെ അർഹത ബാങ്കിനെ ബോധ്യപ്പെടുത്തുകയും വേണം. മുദ്രാ ലോണിന് അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ടും നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷ നിരസിച്ചതെന്ന് ബാങ്കിൽ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ അപേക്ഷ നിരസിച്ചതിൻ്റെ കാരണങ്ങൾ പലതാവാം. അപേക്ഷയോടൊപ്പം സമർപ്പിച്ച രേഖകൾ ഒരുപക്ഷെ പൂർണ്ണമല്ലായിരിക്കാം. അല്ലെങ്കിൽ അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടാവാം. അതുമല്ലെങ്കിൽ മുമ്പ് ഏതെങ്കിലും വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾ ഹാജരാക്കിയ ബിസിനസ് പ്ലാനും പ്രൊജക്റ്റും ബാങ്കിന് തൃപ്തികരമല്ലെങ്കിലും അപേക്ഷ നിരസിക്കപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്ക് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിച്ച ശേഷം നിങ്ങൾക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയും. എല്ലാ ബാങ്കുകളുടെ നയങ്ങളും ഒരുപോലെയല്ല. അതിനാൽ ഇതിനായി മറ്റൊരു ബാങ്കിനെയോ റീജിയണൽ റൂറൽ ബാങ്കിനെയോ സമീപിക്കാം. ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അകാരണമായ അപേക്ഷ നിരസിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ ബാങ്കിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും സമീപിക്കാം. അവിടെ നിന്നും പരിഹാരം കിട്ടിയില്ലെങ്കിൽ രേഖാമൂലം ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ പരാതി നൽകാം. ബാങ്കിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്വതന്ത്ര സംവിധാനമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കംപ്ലയിൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോർട്ടൽ വഴി ഓൺലൈനായി പരാതി നൽകാം. ഇതിനായി അപേക്ഷ നിരസിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ബാങ്കിൽ നൽകിയ പരാതിയുടെ പകർപ്പ്, മറ്റ് രേഖകൾ സഹിതം അപേക്ഷകൻ ഏത് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ്റെ അധികാരപരിധിയിലാണോ വരുന്നത് അവിടെ നേരിട്ട് പരാതി നൽകാം. മുദ്രാ ലോൺ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഓരോ ബാങ്കിനും അനുവദിക്കപ്പെട്ട ലോണിൻ്റെ മാർജിൻ തുക നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. അതിനാൽ ഒരു ബാങ്ക് 15% മാർജിൻ ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു ബാങ്ക് 25% വരെ ആവശ്യപ്പെട്ടേക്കാം. 50,000 രൂപ വരെയുള്ള ശിശു ലോണിന് ബാങ്കുകൾ മാർജിൻ മണി ആവശ്യപ്പെടാറില്ല. എന്നാൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള കിഷോർ, തരുൺ ലോണുകൾക്ക് ചില ബാങ്കുകൾ 10% മുതൽ 25% വരെ മാർജിൻ മണി ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾ സമീപിക്കുന്ന ബാങ്കിൻ്റെ മാർജിൻ മണി സംബന്ധിച്ച പോളിസി കൂടി ചോദിച്ചറിയണം. മുദ്രാ ലോൺ കൊണ്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില ബിസിനസ്സുകളെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാർഷിക ഇതര മേഖലയായ മാനുഫാക്ചറിംഗ്, സർവീസ്, ട്രേഡിംഗ് എന്നീ മേഖലകളിലെ ബിസിനസ്സുകൾക്കാണ് മുദ്രാ ലോൺ അനുവദിക്കപ്പെടുന്നത്. ഉൽപ്പാദന മേഖലയിൽ അച്ചാർ, പലഹാര നിർമ്മാണം തുടങ്ങിയവ വീട്ടിൽ തന്നെ തുടങ്ങാവുന്ന വളരെ ലളിതമായ ബിസിനസ്സാണ്. വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്തും ഫാഷൻ ഡിസൈനിങ് ചെയ്തും സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കാം.
കൈത്തറി, കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാക്കി വിൽക്കാനും കഴിയും. സോപ്പ്, ഡിറ്റർജൻറ്റ്, മെഴുകുതിരി, ചന്ദനത്തിരി എന്നിവ നിർമ്മിച്ച് വിൽക്കാനും കഴിയും. പേപ്പർ കവറുകൾ, പേപ്പർ ബാഗുകൾ എന്നിവയും നിർമ്മിച്ച് വിൽക്കാം. ഇനി സേവന മേഖലയിൽ വന്നാൽ ബ്യൂട്ടി പാർലർ, സലൂൺ, ഡേ കെയർ എന്നിവ ചെയ്യാം. വ്യാപാര മേഖല നോക്കിയാൽ ഫാഷൻ ബ്യൂട്ടിക്, ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി സ്റ്റോർ, പലചരക്ക് കട, പഴം, പച്ചക്കറി സ്റ്റാൾ എന്നിവ തുടങ്ങാം. ഈ ബിസിനസ്സുകൾക്ക് പുറമേ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് മേഖലയിലും സംരംഭങ്ങൾ തുടങ്ങാൻ മുദ്രാ ലോൺ ഉപയോഗിക്കാം. 30 കോടി വനിതകൾക്ക് മാത്രം മുദ്രാ ലോൺ കൊടുത്തു കഴിഞ്ഞതായി 2024 ബജറ്റ് ചർച്ചയിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടു. ലോക്സഭയിൽ നൽകിയ രേഖകൾ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ, അതായത് 2023 നവംബർ 24 വരെ കേരളത്തിൽ 10,52,430 അക്കൗണ്ടുകളിൽ മുദ്രാ ലോൺ അനുവദിക്കപ്പെട്ടതായി പറയുന്നു. അതുകൊണ്ട് മുദ്രാ ലോണിന് അർഹതയുണ്ടോ എന്ന് നിങ്ങളും നിങ്ങളുടെ ബാങ്കിനെ സമീപിച്ച് നോക്കണം. ലോൺ അനുവദിക്കപ്പെട്ടാൽ അത് ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായേക്കാം. അടുത്ത വീഡിയോകളിൽ മറ്റൊരു കേന്ദ്ര വായ്പാ പദ്ധതിയായ PMEGP അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമിനെക്കുറിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും മറ്റുമാണ് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയും ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.